ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഗ്രീനറി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം വീടുകളിൽ ധാരാളം ചെടികളുണ്ട്, നിറയെ പൂക്കളൊക്കെ തരുന്ന ചെടികളാണ്. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണിത്. ഈ ചെടികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു ആക്രമണകാരിയാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളീച്ചയെ തുരത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഞങ്ങൾക്ക് സക്സസ് ആയില്ല. ഇത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് കയറുന്നതിൻ്റെ യാതൊരു വിജയവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇതിനെ തുരത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു ടിപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെറും നിസ്സാരമായ നമ്മുടെ സാനിറ്റൈസർ കൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളീച്ചയെ തുരത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സ്പ്രെയറിനകത്തേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുക സ്പ്രെയറിനകത്തേക്ക്. അതിനുശേഷം സാനിറ്റൈസറിൻ്റെ ഒരു 2 അടപ്പ് സാനിറ്റൈസർ ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ അത് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം പ്ലാന്റുകളിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളീച്ച ആ ചെടിയിൽ വെച്ച് തന്നെ അന്നേരം തന്നെ അത് ഫുള്ള് നശിച്ചു പോവുകയും നമ്മുടെ ചെടിക്ക് കൂടുതൽ എനർജി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വെള്ളീച്ചയൊക്കെ ചെടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ക്യാൻസർ വൈറസ് പോലെയാണ്, അത് ഇരിക്കുന്ന ഭാഗത്ത് ഫുള്ള് നശിപ്പിച്ച് പിന്നെ പല ഭാഗങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെടിയെ ബാധിക്കുന്നൊരു വലിയൊരു മാരകമായൊരു ബാക്ടീരിയയാണ് ഈ വെള്ളീച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വെള്ളീച്ച തുരത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ഇത്. ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ആദ്യം തുളസി ഉണ്ടായിരുന്നു, തുളസിയിലാണ് ഞങ്ങൾ ആദ്യം പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അതിൽ സക്സസ് ആയി. അപ്പം നമ്മൾ നോക്കി എല്ലാ ചെടിയിലും പറ്റുമോയെന്ന്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകളുണ്ട്, പെറ്റൂണിയ പോലെ, അതിനകത്ത് ഞങ്ങളിപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിനകത്തുണ്ട്. പെറ്റൂണിയയിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങാനാറി എന്ന് പറഞ്ഞ ചെടിയിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുളസിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഈ സാനിറ്റൈസർ വെച്ചുള്ള ഈ ഒരു മിശ്രിതം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയ ടിപ്പുകളുമായി ഞങ്ങൾ എത്തുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചോ മെസ്സേജ് വഴിയൊക്കെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിറയെ പൂക്കളുടെ ചെടികളുടെയൊക്കെ വീഡിയോകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് കണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ഗ്രീനറി ചാനൽ സൈനിങ് ഔട്ട്. താങ്ക് യു.